പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാത സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു പ്രഭാതം കൂടി കാണുവാൻ കർത്താവ് ഒരവസരത്തെ കൂടി നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ. ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ 2025 അവസാനത്തെ മാസമായ ഡിസംബർ മാസം 1-ാമത്തെ ദിവസം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കടന്നു വരുക സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ദൈവസന്നിധിയിൽ ദൈവശബ്ദത്തിനായി മുട്ടുമടക്കിയിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രഭാതത്തിൽ ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം ദൈവാത്മാവ് തന്ന നിയോഗത്തോടെ ഒരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഈ പ്രഭാതത്തിൽ ചോദിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനാധാരമായി സങ്കീർത്തനങ്ങൾ 37 അതിൻ്റെ 40-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 37 അതിൻ്റെ 40-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം ഞാൻ വായിക്കുന്നു. യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും വിടുവിച്ച് രക്ഷിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വർഷത്തിൻ്റെ അവസാന മാസം ഡിസംബർ മാസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം, ഈ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കപ്പെടുമ്പോൾ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്നാണ് നമുക്കിവിടെ കാണുന്നത്. സ്തോത്രം. ആമേൻ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായിട്ട് ആമേൻ ദാവീദ് ഈ ദൂത് പറയുമ്പോൾ ഈ പകൽക്കാലം ആരുടൊക്കെയോ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. സ്തോത്രം. അതാണ് 5-ാമത്തെ വാക്യം പറയുന്നത്: നിന്റെ വഴിയെ യഹോവയിൽ അവൻ ഭരമേൽപ്പിക്കുക, അവരിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അവൻ നിൻ്റെ നീതിയെ പ്രഭാതം പോലെയും നിൻ്റെ ആമേൻ സ്തോത്രം ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. ആമേൻ.
ഹല്ലേലൂയ. ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷേ ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന ചില ദുഷ്പ്രവർത്തിക്കാർ ദാവീദിനെ വളഞ്ഞിട്ട് ആമേൻ 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 ഒരു എന്താ പറയുക, ഒരു കള്ളനെ വളയുന്നത് പോലെ വളരെ ശക്തമായി ദാവീദിനെ ചുറ്റി വളഞ്ഞ് ഈ വരിഞ്ഞു മുറി കിട്ടുന്നത് പോലെ തൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു അധ്യായമാണ് ഈ 37-ാമത്തെ അധ്യായം. പക്ഷേ യഹോവ അവനെ സഹായിക്കുന്നു. എപ്പോഴും അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ യഹോവയുടെ മുൻപാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. ആമേ കാര്യസാധ്യം പ്രാപിക്കും വരെയും. ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദുരുപായം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിയരുത്. സ്തോത്രം. അപ്പോൾ ഒത്തിരി ദുരുപയോഗം ആമേ ദാവീദിന് നേരെ ഒത്തിരി പേര് പ്രയോഗിച്ചു. പക്ഷേ ഈ അധ്യായത്തിന് തുടക്കം തന്നെ നമുക്കറിയാം, ദുഷ്പ്രവൃത്തിക്കാരോട് നിമിത്തം നീ എന്ത് ചെയ്യരുത്, മുഷിയരുത്. ആമേ ഈ മാസം വളരെ പ്രാർത്ഥിച്ച് കയറേണ്ട മാസമാണ്. ദൈവജനം ശക്തമായി പ്രാർത്ഥിക്കണം. ആമേൻ. ചില ദുഷ്പ്രവർത്തിക്കാർ മാളത്തിനകത്ത് പതിയിരിക്കുന്ന നീ അറിയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞ് ആമേ പരത്തുന്ന ചില ദുഷ്പ്രവർത്തിക്കാർ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരും. ദാവീദേ, ആമേനോട് പറയുക, ദുഷ്പ്രവർത്തിക്കാരോട് നിമിത്തം നീ എന്ത് ചെയ്യരുത്, മുഷിയരുത്. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. സ്തോത്രം. ദൈവം ദാവീദിനെ ബലപ്പെടുത്തുകയാണ്. കാരണം ദാവീദ് ദൈവസന്നിധിയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ദാവീദ് മുൻപിലോട്ട് സഞ്ചരിക്കുമ്പോൾ ഒത്തിരി പേര് ദാവീദിനെ ആമേൻ ബാക്കിലോട്ട് വലിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, നീ മുഷിയരുത്. സ്തോത്രം. നിൻ്റെ യാത്ര എങ്ങോട്ടാണോ നീ ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത്, ആ പാതയിൽ തന്നെ പൊയ്ക്കോട്ടെ. സ്തോത്രം. ആമേൻ. പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുമെന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. ആ വചനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ആമേൻ 12-ാം വാക്യം പറഞ്ഞു, ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു. കണ്ടോ? ആമേൻ. ദുഷ്ടൻ നീതിമാന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീതി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉന്മയോടെ നിൽക്കുന്ന ഒരു ദൈവപൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അവനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്. സ്തോത്രം. അതിൻ്റെ നടുവിലാണ് ദൈവവചനം പറയുന്നത്, ആമേൻ, ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ എന്ത് ചെയ്യുന്നു, പല്ല് കടിക്കുന്നു. സ്തോത്രം. ഈ മാസം നിൻ്റെ നേരെ പല്ല് കടിക്കുന്ന മാസമാണ്. നിൻ്റെ താഴ്ച കാണാൻ ദുഷ്ടന്മാർ ആഗ്രഹിക്കുന്ന മാസമാണ്. പക്ഷേ അതിനകത്ത് മഞ്ഞിൽ പൊതിഞ്ഞ മന്ന പോലെ ദൈവം നിന്നെ ചിലയിടത്ത് ആമേൻ നീ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ഇത് ഈ മാസം വാഴ്ത്തത്വം പ്രാപിക്കേണ്ട മാസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ മാസം വാഴ്ത്തത്വം പ്രാപിക്കേണ്ട മാസമാണ്. അതെ, 13-ാം വാക്യം പറയുന്നു, കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നീതിമാനെക്കുറിച്ച് പല്ല് കടിക്കുമ്പോൾ ദൈവം പറയുക, കർത്താവ് അവനെ നോക്കി ചിരിക്കുന്നു. ആരെ നോക്കി? ദുഷ്ടനെ നോക്കി. അവൻ്റെ ദിവസം അടുത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവകുഞ്ഞെ, നീ ഒരിക്കലും മത്സരിക്കുവാനോ ആ തലത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതിനപ്പുറത്ത് ഒരു ദൈവശബ്ദം നിന്നെ തേടിയിരിപ്പുണ്ട്. ആ ദൈവശബ്ദത്തിലേക്ക് നീ വരുമ്പോൾ ആമേൻ, ഇവിടെ 15-ാം വാക്യം പറയുന്നു, അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം ദൈവാത്മ പറയുന്നു, ശമനാരുകൾക്കന വൈഡമനാരുകൾക്കനാദി, ചില വില്ലുകൾ ഒടിയുകയാണ് നിനക്ക് നേരെ. ആമേൻ. നിനക്ക് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിൻ്റെ ഭാവിക്ക് നേരെ
തൊടുത്തിവിട്ട ചില അമ്പുകളെ സ്വർഗം ഇന്ന് പകൽക്കാലം നിർവീര്യമാക്കാൻ പോകുക. കാരണം പരിശുദ്ധാത്മാവ് അതിൻ്റെ നടുവിൽ വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് അതിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കും. ഈ പകൽക്കാലം കർത്താവിലേക്ക് നമുക്ക് കേൾപ്പിക്കാം. അതാണ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 40-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ദൂത് യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അപ്പാ, ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം തൻ്റെ അഭിഷക്തന്മാരെ, പിതാക്കന്മാരെ, മാതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ദൈവശബ്ദം കേൾക്കുന്ന ആയിരങ്ങളുടെ മേൽ കർത്താവെ അങ്ങയുടെ ദൃഷ്ടി അയക്കുമാറാകണം. ഒരു വലിയ അത്ഭുതം ജനത്തിൻ്റെ നടുവിൽ ചെയ്യണമേ. വാഴ്ത്തത്വങ്ങൾ പ്രാപിക്കുന്ന, നന്മകൾ പ്രാപിക്കുന്ന ഒരു മാസമാക്കി ദൈവം തീർക്കണം. ഒന്നിനും കുറവില്ലാതെ സകലത്തിൻ്റെ നടുവിൽ ദൈവം ജനത്തെ മാനിച്ചാട്ട്. യാത്രകളിൽ ദൈവം കൂടെ ഇരിക്കണം. വാഹനങ്ങളെ നിയന്ത്രിക്കണം. ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. അത്ഭുതം ചെയ്യണം. ജനത്തെ കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിദേശത്തും സ്വദേശത്തും ആമേൻ ആയിരിക്കുന്ന സർവ്വജനത്തെയും, അഭിഷക്തന്മാരെയും അഭിഷക്തമാരെയും ദൈവം അനുഗ്രഹിക്കണം. കൃപയിൽ പൊതിയണം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.